ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ നോക്കാൻ പോകുന്ന ഊപ്സ് ആണ്. അതായത് ഊപ്സിൻ്റെ അകത്ത് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കൺസ്ട്രക്ടർ കഴിഞ്ഞ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞതാണ്. അതായത് കോഡിൽ ഞാൻ യൂസ് ചെയ്ത് തരുന്നു. അപ്പോൾ നിങ്ങളോട് നോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇറക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസ്ട്രക്ടറിലേക്ക് പോവാം. ഇത് കൺസ്ട്രക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെയല്ല ആ ഒരു ക്ലാസ്സിനുള്ളിലുള്ള ഒരു മെത്തേഡ് വർക്കാകുന്ന ഒരു രീതി. അത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഞാൻ ഒരു ഇത് വെച്ച് കാണിച്ചാൽ കോഡ്. അതായത് ഈടെ ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള മെത്തേഡിനൊന്നും കോൾ ചെയ്യുന്നില്ല. പക്ഷെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മെത്തേഡിനെ അത് വർക്കാകുന്ന ആ ഒരു മെത്തേഡ് വർക്കാകുന്ന രീതിയാണ് കൺസ്ട്രക്ടർ. അതായത് ഞാനിവിടെ ഒരു മെത്തേഡിനെ കോൾ ചെയ്യുന്നു. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ബി ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മാറ്റുന്നുണ്ട്. എ ക്ലാസ്സിൽ ഞാനിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ തന്നെ, അതായത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ആ ഒരു ക്ലാസ്സിനുള്ളിലുള്ള ഒരു മെത്തേഡ് വർക്കാകുന്ന രീതി, ആ ഒരു മെത്തേഡിനുള്ളിലത്തെ ഓപ്പറേറ്റേഴ്സ്, ആ ഫങ്ഷൻ, അതായത് ഈ ഒരു ഇതില്ലേ ബോഡി കൊടുക്കുന്ന കാര്യങ്ങൾ വർക്കാകുന്ന ഒരു രീതിയാണ് ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഇത് പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ആ ക്ലാസ്സിനുള്ളിലുള്ള ഒരു മെത്തേഡ്, ആ മെത്തേഡിനുള്ളിലുള്ള ബ്ലോക്ക് ഓഫ് കോഡ് വർക്കാകുന്ന ഒരു രീതിയാണ് കൺസ്ട്രക്ടർ എന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പോൾ പറയാം, ഇത് ഇപ്പം ഞാൻ ചെയ്ത് വെച്ച കോഡ് അതായത് കൺസ്ട്രക്ടറാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും വർക്കാവുമോ, ഈ കൺസ്ട്രക്ടർ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇപ്പം ഞാൻ ഇത് റൺ ചെയ്താൽ എന്തെങ്കിലും പ്രിൻ്റ് ആകുമോ നിങ്ങൾ കമൻറ്റ് ചെയ്യും. വെറുതെ ജസ്റ്റ് ഒന്ന് യെസ് ഓർ നോ നിങ്ങൾക്ക് തോന്നുന്നത് അടിച്ചാൽ മതി. ഓക്കെ, ഞാൻ റൺ ചെയ്യുന്നതാണ്. ഹലോ പ്രിൻ്റ് ആയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള മെത്തേഡിനുള്ളിലുള്ള ഓപ്പറേറ്റർ വർക്കായിട്ടുണ്ട്. അതായത് ഈ ഒരു ഹലോ പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ വർക്കാകുന്നതെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഒരു കോഡ് ഞാൻ ചെയ്ത്, അതായത് എ എന്ന് പറയുന്ന ക്ലാസ്സിനെ ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിന്. എന്നിട്ട് ഈ ഒരു മെത്തേഡ് വർക്കാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ മെത്തേഡിന് ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. കൺസ്ട്രക്ടറിന് ഡാറ്റ ടൈപ്പ് പാടില്ല. ഓക്കെ, കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പം ആ ഒരു മെത്തേഡിന് ഡാറ്റ ടൈപ്പ് കൊടുക്കരുത്. അതുപോലെ തന്നെ ആ ക്ലാസ്സിൻ്റെ നെയിം എന്താണോ ആ നെയിം തന്നെയായിരിക്കണം കൺസ്ട്രക്ടറുടെ നെയിം. ഇതാണ് അതിനുള്ള രണ്ട് ലോസ്. അതായത് ഇവിടെ ഡാറ്റ ടൈപ്പ് കൺസ്ട്രക്ടറിന് കൊടുക്കരുത്. അതുപോലെ ക്ലാസ്സിൻ്റെ നെയിം എന്താണോ ആ നെയിം തന്നെയായിരിക്കണം ഈ കൺസ്ട്രക്ടറിനും ഉണ്ടാകേണ്ടത്. ഇവിടെ ഞാൻ AS എന്നൊക്കെ കൊടുത്താൽ വർക്കാവില്ല. ഓക്കെ, എറർ കാണിക്കും ഇപ്പോൾ. കാരണം ഇൻവാലിഡ് മെത്തേഡ് ഡിക്ലെയർഡ് AS കാണുന്നില്ലേ. അതായത് ഡാറ്റ ടൈപ്പ് ഇല്ലാണ്ട് നമുക്ക് ആകെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ക്ലാസ് നെയിമിൽ മാത്രം ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ടർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. കൺസ്ട്രക്ടർ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ആ ഒരു ക്ലാസ്സിനുള്ളിലുള്ള ആ മെത്തേഡ്, അതായത് ഒരു മെത്തേഡ് വർക്കാകുന്ന രീതിയാണ് കൺസ്ട്രക്ടർ. പിന്നെ ആ ഒരു മെത്തേഡിന് ഡാറ്റ ടൈപ്പ് പാടില്ല. അതുപോലെ തന്നെ കൺസ്ട്രക്ടർ നെയിമും ആ ഒരു മെത്തേഡിൻ്റെ നെയിമും നമ്മളെ ക്ലാസ് നെയിമും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് നെയിമും സെയിം ആയിരിക്കണം. ഇത്രയ്ക്ക് കൺസ്ട്രക്ടർ എന്നാന്ന് ചോദിച്ചാൽ പറയണ്ടു. ഇനി കൺസ്ട്രക്ടർ എന്നാന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്നാലും നിങ്ങളോട് വാട്ട് ഈസ് കൺസ്ട്രക്ടർ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ കൺസ്ട്രക്ടറെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യവും ഈ ഡാറ്റ ടൈപ്പിൻ്റെ കാര്യവും ഈ ക്ലാസ് നെയിമിൻ്റെ കാര്യവും പറയുക. ക്ലാസ് നെയിമും മെത്തേഡിൻ്റെ നെയിമും സെയിം ആയിരിക്കണം. ഇത് പറഞ്ഞിട്ട് നിർത്തരുത്. അത് പറഞ്ഞിട്ട് നിർത്തിയാൽ ശരിയാവില്ല. പിന്നെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്,
അതായത് എത്ര ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ ഉണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം ഓറെ കൊണ്ട്. അതായത് ഇയാടെ ഇരിക്കുന്ന ഇൻവിജിലേറ്ററെ കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം. അതെങ്ങനെ നിങ്ങൾ ഒഴിവാക്കിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ, അതായത് ഈ ഒരു കൺസ്ട്രക്ടറെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പം തന്നെ നിങ്ങൾ ഓരോട് അങ്ങോട്ട് കയറി പറയണം, ഇത് 4 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ ഉണ്ട്. അത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, പാരാമീറ്റർ കൺസ്ട്രക്ടർ, നോൺ പാരാമീറ്റർ കൺസ്ട്രക്ടർ, അതുപോലെ കോപ്പി കൺസ്ട്രക്ടർ. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് 4 ആ ടൈമിൽ തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പിന്നെ അവർക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാനുണ്ടാകും. ആ ഒരു വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്നാൽ ഇത് ഇവിടെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, കോഡൊന്നും ചെയ്യണ്ട. അതായത് കോഡ് വേണ്ടി ഞാൻ ചെയ്ത് കാണിച്ചു. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ വേറെ ഏതെങ്കിലും മെത്തേഡ് കൊടുക്കാം, അത് വേണ്ടി ഞാൻ കൊടുത്തേക്കാം. void sa. ഇപ്പോൾ കാണാം ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ഇവിടെ ഇല്ല, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ടർ ഉണ്ടാവാറ്. ഓക്കെ, കൺസ്ട്രക്ടർ ഇല്ലാത്ത ടൈം കമ്പൈലർ നമുക്ക് തരുന്ന ഒരു കൺസ്ട്രക്ടറാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, അതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അതായത് നമ്മൾ ഒരു കൺസ്ട്രക്ടറും ക്രിയേറ്റ് ചെയ്യാണ്ട് കമ്പൈലർ നമുക്ക് തരുന്ന ഒരു കൺസ്ട്രക്ടറാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, ഗൂഗിളിൽ തന്നപ്പോൾ ഒരു തരുന്ന സെർച്ച് റിസൾട്ട്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഈസ് കൺസ്ട്രക്ടർ ആസ് നോ ആർഗ്യുമെൻറ്റ് ഓർ നോ പാരാമീറ്ററും ഉണ്ടാകാറ്, ആർഗ്യുമെൻറ്റും പാരാമീറ്ററും ഉണ്ടാകാറ്, ഓട്ടോമാറ്റിക്കലി generated by compiler on no constructor defined class. അതായത് ആ ക്ലാസ്സിൽ ഒരു കൺസ്ട്രക്ടർ ഉണ്ടാകാണ്ട് ആ ഒരു കമ്പൈലർ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു കൺസ്ട്രക്ടറാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, ഇനി വേറെ 2-3 വേറെയും ടൈപ്സ് ഉണ്ട്. ഇനി ഈ അത്ര അതിൽ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പാരാമീറ്റർ കൺസ്ട്രക്ടർ, അത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നതാണ് പാരാമീറ്റർ കൺസ്ട്രക്ടർ. ഓക്കെ, പിന്നെ പാരാമീറ്റർ കൺസ്ട്രക്ടർ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാം, അതായത് 10 കൊടുത്ത് ഇവിടെ ഞാൻ കൺസ്ട്രക്ടർ തന്നെ ആക്കുന്നുണ്ട്. ഇപ്പോൾ എററായിരിക്കും കാണിക്കുക. യെസ്, ഇവിടെ 10 കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കോപ്പി ചെയ്യുന്നതാണ്. എന്നിട്ട് പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഒരു ഹിന്ദി കൊടുത്തു, ഹിന്ദി. എന്നിട്ട് ഇപ്പോൾ വർക്കായ ഹലോ ഇവൻ്റ് ആണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹിന്ദി ഹലോ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മതി. ഇപ്പോൾ വർക്കായത് കണ്ട ഈ ഒരു കൺസ്ട്രക്ടറാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പാരാമീറ്ററായിട്ട് ഇൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നൊരു മെത്തേഡാണ് പാരാമീറ്റർ കൺസ്ട്രക്ടർ. അതായത് നിങ്ങളെന്താ പറയേണ്ടത് വെച്ചാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ടറും ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടറാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ പാരാമീറ്റർ കൺസ്ട്രക്ടർ എന്ന് പറയും. ഇനി നമ്മൾ ഫ്ലോട്ടാണ് കൊടുത്തു വിടുന്നതെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ വെറുതെ കൊടുത്തു വിട്ടാൽ ഫ്ലോട്ട് വരില്ല. ഫ്ലോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ ഫ്ലോട്ട് ഓർ ക്യാരക്ടർ കൊടുത്തു വിടുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ക്യാരക്ടർ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ഇപ്പോൾ എറർ കാണിക്കാൻ കാരണം ഞാൻ ഇവിടെ മാറ്റി ഫ്ലോട്ട് കൊടുത്താൽ ഓക്കെ, ഇവിടെ ഇൻറ്റ് കൊടുത്തുകൊണ്ടാണ് അത് വന്നത്.
ഇനി ഇത് കൊടുത്തിട്ടില്ലെങ്കിലും വരില്ല എന്ന് ഞാൻ ഒന്നും കൂടി തെളിയിച്ചു തരാം. ഓക്കെ, യു സിംപ്ലിഫൈഡ് ഇവിടെ ഫ്ലോട്ട് എന്ന് കൊടുക്കണം, ഫ്ലോട്ടാണ് വിടുന്നതെങ്കിൽ. ഇത്രയും പാരാമീറ്റർ കൺസ്ട്രക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുമ്പോൾ, എന്നിട്ട് ആ ക്ലാസ്സിനുള്ളിൽ ഒരു പാരാമീറ്റർ കൺസ്ട്രക്ടർ, അതായത് പാരാമീറ്റർ ഉള്ള ഒരു കൺസ്ട്രക്ടറും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു കൺസ്ട്രക്ടറെയാണ് പാരാമീറ്റർ കൺസ്ട്രക്ടർ എന്ന് കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്കുള്ളത് നോൺ പാരാമീറ്റർ. അതായത് നമ്മൾ ആദ്യം ചെയ്തതാണ് നോൺ പാരാമീറ്റർ, അതായത് ഒരു പാരാമീറ്ററും കൊടുക്കാണ്ട് ചെയ്യുന്ന ഒരു പരിപാടി. അതായത് ഇവിടെ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല. അതുപോലെ ഇതാ ഈ ഒരു ക്ലാസ്സാണ്, ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ കൊടുക്കുന്നില്ലല്ലോ, ഒരു ആർഗ്യുമെൻറ്റും പാസ് ചെയ്യാതെ ആ ഒരു കൺസ്ട്രക്ടറാണ് നോൺ പാരാമീറ്റർ കൺസ്ട്രക്ടർ എന്ന് പറയുക. ഇനിയുള്ളത് അതാണ് ഒരു കൺസ്ട്രക്ടർ, അതായത് കോപ്പി കൺസ്ട്രക്ടർ. ഇത് കോപ്പി ചെയ്യുന്ന കൺസ്ട്രക്ടർ ഒന്നുമല്ല, ഇത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്ന കൺസ്ട്രക്ടറാണ് ഈ കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുക. ഓക്കെ, അങ്ങനെ പാസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടാൽ ഞാൻ ഒരു ക്ലാസ് ബി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ബീനെ ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇനി ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും, ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ വെറുതെ പാസ് ചെയ്ത് വിട്ടാൽ ഇവിടെ വരണമെന്നില്ല, വരില്ല. നമുക്കിവിടെ സിംപ്ലിഫൈഡ്, അതായത് മെൻഷൻ ചെയ്യാനുണ്ട്. ഇവിടെ ഏതാണോ ക്ലാസ്സിൻ്റെ നെയിം അത് കൊടുക്കുക, എന്നിട്ട് ഏതെങ്കിലും വേരിയബിൾ കൊടുത്താൽ വരുമോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൻ്റെ നെയിം മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊടുക്കുന്ന ഒബ്ജക്റ്റാണ്, ഇവിടെ ഒബ്ജക്റ്റായിട്ട് ഇതേ ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കണമെന്നില്ല. ഓക്കെ, ഇവിടെ ഏതെങ്കിലും ഒരു വേരിയബിളിന് നെയിം അങ്ങ് കൊടുത്താൽ മതി. ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ AD എന്നൊക്കെ കൊടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഹലോ പ്രിൻ്റ് ആകുന്നുണ്ട്. ഇതിനാണ് കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുക. ഇതിന് വേണ്ടിക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ടറും കൂടി ക്രിയേറ്റ് ചെയ്താൽ ഇതും കൂടി വരുമോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. മെസ്സേജ് തന്നെ നടക്കട്ടെ. ഓക്കെ, മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ പ്രിൻറ്റിങ് ഉള്ളിൽ കൊടുക്കാതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ വർക്കായതുകൊണ്ടാ. അതായത് ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്ത്, ആർഗ്യുമെൻ്റായി പാസ് ചെയ്യുമ്പം ആ ഒരു ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുന്ന ക്ലാസ്സില്ല, ആ ഒരു ക്ലാസ്സിലുള്ള കൺസ്ട്രക്ടറാണ് ആദ്യം ഇവിടെ പ്രിൻ്റ് ആയിട്ടുള്ളത്. കാണുന്നില്ലേ, മെസ്സേജ് അല്ലേ ആദ്യം പ്രിൻ്റായി, മെസ്സേജ് ന്യൂ ലൈനും പ്രിൻ്റായി കഴിഞ്ഞിട്ടാണ് ഹലോ പ്രിൻ്റായി. അതിനർത്ഥം ആദ്യം പ്രിൻ്റാണ് ക്ലാസ് ബി ആണ്. ആ ഒബ്ജക്റ്റ് ഏത് ഒബ്ജക്റ്റാണ് നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് പാസ് ചെയ്യുന്നത്, ആ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ക്ലാസ് ആയിരിക്കും ആദ്യം വർക്കാവുക. ഓക്കെ, അതിലുള്ള ഈ ഒരു മെത്തേഡ്, അതായത് കൺസ്ട്രക്ടറാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ബി ക്ലാസ്സിലുള്ള കൺസ്ട്രക്ടറാണ് ഇവിടെ വർക്കായിട്ടുള്ളത്. ഇതും സെയിം ആയിരിക്കും. ഓക്കെ, ഡാറ്റ ടൈപ്പ് പാടില്ല. ഓക്കെ അല്ലേ, അതായത് ഈടെ പാസ് ചെയ്ത് ഈ ഒരു ക്ലാസ്സിലുള്ള വർക്കായി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്ലാസ്സിലുള്ള ഈ കോപ്പി കൺസ്ട്രക്ടർ വർക്കാകുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഈ ടോപ്പിക്ക് കൺസ്ട്രക്ടറൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. Bye bye, take care. Thank you for watching.